ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിന്നൊരു ഉച്ച തൊട്ടുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഉച്ചയായതുകൊണ്ട് തന്നെ വേഗം മുട്ടയൊക്കെ പൊരിച്ച് വയ്ക്കേണ്ടത് നമ്മൾ ശ്രീവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേഗം പൊരിച്ച് വെച്ചത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം അകത്ത് വന്നിരുന്നു. ശ്രീവിൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അധികം നേരം ഞങ്ങൾ പാട്ടുകളാണ് വെക്കുക. കാരണം ശ്രീവിന് ഇഷ്ടമാണ് പാട്ട് കേൾക്കാനായിട്ട്. പാട്ടുകൾ കേട്ടിട്ട് അവന് ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പാട്ടുകളാണ് കേട്ടോ വയ്ക്കുക. പിന്നെ ഈ പാട്ട് ഞാൻ പിന്നെ അധികം ആർക്കും പറഞ്ഞിരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ്. ടി വി കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ ശ്രീവിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദീപാവലിക്ക് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് കിട്ടിയത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ അതെടുത്ത് കൊടുക്കുകയാണ്. അവനടുത്ത് കൊടുക്കല്ല, അവന് ആവശ്യമുള്ള അവൻ തന്നെ എടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അവൻ സ്പൈഡർമാൻ കാണാനായിട്ട് പോയിരുന്നു. സ്പൈഡർമാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളവിടെ ഇരുന്നു കേട്ടോ. ആളെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ പണികളിലേക്ക് അവിടെ നിന്ന് എനിക്ക് ചോറ് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അരിയൊക്കെ കഴുകി അരി ഇടാനായിട്ട് നോക്കുകയാണ്. കാരണം ഉച്ചയാകുമ്പോഴേക്കും ചോറ് കൊടുക്കണമല്ലോ. അപ്പോൾ ചോറൊക്കെ ആയി കഴിഞ്ഞ് ഞാൻ പിന്നെ ശ്രീവിന് ചോറ് കൊടുക്കാനായിട്ട് ഇരുന്നുണ്ട് വേഗം തന്നെ. ഇപ്പോൾ ചോറ് കൊടുക്കാൻ ഇരുന്നാലാണ് ഇനി 4 മണിയാകുമ്പോഴേക്കും എൻ്റെ ചോറുണ്ണൽ കഴിയുള്ളൂ. കാരണം അത്രയും വേഗത്തിൽ എൻ്റെ മോൻ ചോറ് തിന്നും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉണ്ടേനെ നേരെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടു. കാരണം കാലത്ത് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ ഉച്ചയ്ക്ക് കുളിപ്പിക്കുകയാണ് ചെയ്തത്. കുളി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണികൾ കഴിഞ്ഞ പോലെ ഇവരെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ പകുതി സമാധാനം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറിനായിരിക്കുന്നത്. ഞാൻ വേഗം ചോറിൻ്റെ അവസാനിപ്പിക്കാണ്ട് ചെയ്തത്. കാരണം ഇത് കഴിഞ്ഞ് എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാവിലെ തൊട്ടുള്ള പാത്രങ്ങളുണ്ട്. എപ്പോഴും വിചാരിക്കും പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിടേണ്ട, വേഗം തന്നെ കൈയോടെ കഴുകി വെക്കണം എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ നടക്കാറില്ല. എല്ലാ പാത്രങ്ങളും കൂട്ടിയിട്ട് അവസാനമാണ് വന്നിട്ട് ഞാൻ ഇങ്ങനെ കഴുകുക. അപ്പോൾ എല്ലാം കൂടി നിന്നൊരു കഴുകലാണ് കേട്ടോ ചെയ്യുക. എൻ്റെ പണികളൊക്കെ ഒതുങ്ങി പിടിച്ച് വന്നപ്പോഴേക്കും കിരൺചേട്ടൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാതിരിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞത് ചായ കുടിക്കാതിരിക്കുമ്പോഴാണ് കേട്ടോ. സാധാരണ ഒന്നെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചായ കുടിക്കാതിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പകുതി വിശേഷങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ സംസാരത്തിൻ്റെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിൽ ചെറിയൊരു ബേബി വന്നിട്ടുണ്ട്. ഒരു 8 മാസമായിട്ടുള്ള ബേബിക്ക്. അപ്പോൾ ശ്രീവനാണെങ്കിൽ ആ ബേബിനോട് ഭയങ്കര ഇഷ്ടം. ഞാൻ ചോദിച്ചു ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തായിരിക്കുമോ, ഉപദ്രവിക്കുമോ, പിടിക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ശ്രീ ഭയങ്കര കാര്യമായിട്ട് ഉണ്ണീനെ നല്ലോണം നോക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിച്ച് എൻ്റെ പിന്നാലെ ശ്രീയു വന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛനും മോനും കൂടി ഇരുന്ന് ചായ കുടിക്കലും വിശേഷം പറച്ചിലും മിഠായി കഴിക്കലും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നേരം പോയി. ചായയോടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കൂട്ടാൻ്റെ പണി നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം പയറുപ്പേര് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പയറെടുത്ത് അരിയാൻ നോക്കുകയാണ്. വൈകുന്നേരം പിന്നെ കൂട്ടാൻ്റെ പണികളൊക്കെ കിരഞ്ഞാടം നോക്കിയോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പണികളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അരിയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ മേൽനോട്ടം വഹിക്കലല്ലാണ്ട് ഞാൻ വലിയ പണികളൊന്നും ഞാൻ എടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ തന്നെ അത് വേഗം തന്നെ അരിഞ്ഞ് കൂട്ടാൻ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അച്ഛനും മോനും കൂടിയാണ് കേട്ടോ കൂട്ടാൻ കാച്ചാൻ പോയിരിക്കുന്നത്. അപ്പോൾ ശ്രീവിനെ പിന്നെ അവിടുന്ന് മാറ്റി കിരൺചേട്ടൻ വേഗം കൂട്ടാൻ കാച്ചാണ്. അല്ലെങ്കിൽ അവനെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ പണികളൊന്നും നടക്കില്ല. കൂട്ടാനൊക്കെ കാച്ചി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടി വി കണ്ടിരുന്നു. അപ്പോൾ ശ്രീവു അവൻ്റേതായ കുറുമ്പുകളും കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ്റെ സ്കൂട്ടർ ചവിട്ടിലും സൈക്കിൾ ചവിട്ടിലൊക്കെ ആയിട്ട് അവൻ നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ആൾ വീഴുണ്ടോയെന്ന് മാത്രം നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ കുരുത്തക്കേട് അവൻ അപ്പുറത്ത് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പൗണ്ടർ മുഴുവൻ അവൻ ആ ക്യാനിലേക്ക് കൊട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് 2 അടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു കുട്ടികളല്ലേ, പാവല്ലേ, ഈ പ്രായത്തിൽ തന്നെയല്ലേ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുള്ളൂ, ഇത്തിരോട് വലുതായി ഞാൻ കാണിക്കില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അങ്ങനെ ക്ഷമിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ഇല്ലാത്ത കാരണം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാനിട്ട് ചെയ്ത് നമ്മുടെ അടുത്തുള്ള അവന്യൂസ് മാളിലേക്കാണ് പോയത്. അപ്പോൾ അവിടുത്തെ R&Bയിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇടയ്ക്കൊന്ന് അവിടെ പോയി പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടോ, പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കി അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് എടുക്കണം എന്നൊന്നുമില്ല, പക്ഷേ എന്നാൽ പോലെ അതൊക്കെ എനിക്കൊന്ന് കാണണം. എല്ലാ ഡ്രസ്സുകളും പുതിയതാണോ, നല്ലതാണോ, എങ്ങനെയുണ്ട് എന്നൊക്കെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അത്ര തന്നെ. അപ്പോൾ അവിടെ പോയപ്പോൾ ശ്രീവിന് ബലൂണൊക്കെ കിട്ടിയപ്പോൾ ശ്രീ ബലൂണും പിടിച്ച് നല്ല കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ റിട്ടേൺ റൂമിലേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.